കൊട്ടിയം സ്വദേശികളായ 3 പേരെ യൂറോപ്പിലെ ലിത്വാനിയയിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ്. ഇതിനായി 3 പേരിൽ നിന്നായി 16 ലക്ഷം രൂപ കൈപ്പറ്റി. ലിത്വാനിയയിലേക്കുള്ള വിസ ലഭിക്കാൻ കുറഞ്ഞത് 6 മാസമെങ്കിലും വേണ്ടിവരും. അതിനാൽ അസർബൈജാൻ എന്ന രാജ്യത്തിറങ്ങിയ ശേഷം വേഗത്തിൽ ലിത്വാനിയയിലേക്ക് പോകാമെന്നായിരുന്നു വാഗ്ദാനം. തട്ടിപ്പുകാരുടെ വാക്കിൽ വിശ്വസിച്ച് മൂവരും യാത്ര തിരിച്ചു. അസർബൈജാനിൽ മുറിയെടുത്ത് 2 മാസം താമസിച്ചെങ്കിലും യൂറോപ്പിലേക്ക് പോകാനായില്ല. തുടർന്ന് ഇന്ത്യൻ എംബസികളുടെ സഹായത്തോടെ മൂവരും നാട്ടിലെത്തി. പ്രതികൾക്കെതിരെ കൊട്ടിയം പോലീസിൽ പരാതി നൽകി. കൊട്ടിയം SHO G സുനിൽകുമാറിന്റെ മേൽനോട്ടത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. ഒരാളിൽ നിന്ന് 5 ലക്ഷം രൂപ വെച്ച് കബളിപ്പിച്ചുമായി ബന്ധപ്പെട്ട് 2024 ഒക്ടോബറിൽ ലഭിച്ച പരാതിയുടെ അന്വേഷണത്തിൽ നടന്ന പരാതിയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലാണ് ഈ പ്രതികളെ കിട്ടിയിരിക്കുന്നത്. ശശികുമാറിനെ സ്വന്തം വീട്ടിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. ഇയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് ഗുരു കാളീശ്വരത്തിനും ഈ തട്ടിപ്പിൽ പങ്കുണ്ടെന്ന് വ്യക്തമായത്. ചെന്നൈയിൽ നിന്ന് ഇയാളെ പിടികൂടുമ്പോൾ ഫ്രാൻസിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് ഇയാൾ ഉദ്യോഗാർത്ഥികളുടെ അഭിമുഖം നടത്തുകയായിരുന്നു. 5 ദിവസം തമിഴ്നാട്ടിൽ താമസിച്ചാണ് SI നിതിൻനാളിന്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രതികളെ പിടികൂടിയത്. പ്രതികളുടെ പക്കൽ നിന്ന് നിരവധി കമ്പനികളുടെ കൃത്രിമരേഖകൾ, വ്യാജ സീലുകൾ, വിദേശ കറൻസികൾ, ലാപ്ടോപ്പ്, മൊബൈൽ ഫോണുകൾ എന്നിവ കണ്ടെടുത്തു. പ്രതികളെ പിടികൂടിയതറിഞ്ഞ് തമിഴ്നാട്ടിൽ നിന്നടക്കം കബളിപ്പിക്കപ്പെട്ട ഒട്ടേറെ പേർ കൊട്ടിയം പോലീസ് സ്റ്റേഷനിൽ തമ്പടിച്ചു. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.